ഹലോ, നമ്മുടെ പാൻ കാർഡിൻ്റെ സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. കാരണം നമ്മളെ പാൻ കാർഡ് നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ നാട്ടിൽ വെച്ചിട്ടായിരിക്കും എടുത്തിട്ടുണ്ടാവുക. സ്വാഭാവികമായിട്ടും അപ്പോൾ അതിൻ്റെ സ്റ്റാറ്റസ് റെസിഡൻ്റ് എന്നായിരിക്കും. പക്ഷേ ഇപ്പോൾ നമ്മൾ NRI ആയപ്പോൾ, നമ്മൾ ഗൾഫിലേക്ക് വന്നപ്പോൾ നമ്മളുടെ റെസിഡൻറ്റ് സ്റ്റാറ്റസ് മാറി NRI ആയി. അപ്പോൾ അത് നമ്മുടെ പാൻ കാർഡിൽ നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് വാലിഡായിട്ടുള്ളൊരു പാൻ കാർഡ് വേണം. പാൻ കാർഡ് ആധാറുമായിട്ട് ലിങ്ക്ഡ് ആയിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ ഇത് രണ്ടിനെയും ബന്ധിപ്പിക്കുന്ന ലിങ്ക്ഡ് ആയിട്ടുള്ളൊരു ഇന്ത്യൻ മൊബൈൽ നമ്പർ നിങ്ങൾക്ക് വേണം. പിന്നെ ഞാനൊരു ലിങ്കിൻ്റെ ഡീറ്റെയിൽസ് എൻ്റെ കമൻറ്റ് ബോക്സിൽ കൊടുക്കും. അത് ഇൻകം ടാക്സ് റിട്ടേൺ ITRൻ്റെ ലിങ്കാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇൻകം ടാക്സിൻ്റെ അവരുടെ സൈറ്റിലേക്ക് പോകും. സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൽ നമ്മുടെ പാൻ കാർഡിൻ്റെ ഡീറ്റെയിൽസ് നമ്പർ അടിച്ചു കൊടുത്ത് അത് വാലിഡേറ്റ് ചെയ്യുക. വാലിഡേറ്റ് ചെയ്ത് നിങ്ങളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, വാലിഡായിട്ടുള്ള മൊബൈൽ നമ്പർ ഇതെല്ലാം കൊടുക്കണം. പിന്നെ ഇമെയിൽ ID യും കൊടുക്കണം. എന്നിട്ട് നമ്മൾ വാലിഡേറ്റ് ചെയ്യുമ്പോൾ ഒരു OTP നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് വരും, അതുപോലെ ഇമെയിലിലേക്കും പോകും. അത് രണ്ടും നിങ്ങളതിൽ അടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആയി. അക്കൗണ്ട് ക്രിയേറ്റ് ആയി കഴിഞ്ഞ് നിങ്ങളുടെ പ്രൊഫൈലിൽ ചെക്ക് ചെയ്താൽ കാണാം നിങ്ങളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് റെസിഡൻ്റ് എന്നായിരിക്കും കിടക്കുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ തൊട്ടപ്പുറത്ത് തന്നെ നോൺ റെസിഡൻ്റ് എന്നൊരു കോളം കാണാം. അതിൽ ടിക്ക് ചെയ്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പരിപാടി കഴിഞ്ഞു. ഇതെന്തിനാണെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു നോൺ റെസിഡൻ്റ് ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾ നാട്ടിൽ വലിയൊരു പറമ്പ് മേടിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും അസറ്റ് വാങ്ങുകയോ അസറ്റ് വിൽക്കുകയോ ഇനി ആ വിറ്റതിൽ എന്തെങ്കിലും ഒരു വരുമാനം നിങ്ങൾക്ക് ഉണ്ടാവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഭാവിയിൽ ഉണ്ടാവുന്ന ഫ്യൂച്ചർ ഒബ്ലിഗേഷൻസ് ഒഴിവാക്കാൻ ഇത് ഏറ്റവും നല്ലതാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ ഏറ്റവും ഒരു ഗുണം. ചെറിയ വരുമാനമുള്ളവരും വലിയ വരുമാനമുള്ളവരും NRI ആയിട്ടുള്ള എല്ലാ ആളുകളും ഇത് ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള കാര്യം വെരി സിമ്പിളാണ്. ഓക്കെ, താങ്ക് യു.